എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും അമ്മയെ എല്ലാവരും സപ്പോർട്ടും ചെയ്യണേ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ എഗ് ട്രേയിൽ നിന്നൊരു റോസ് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ വയർ എടുത്ത് അതിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി വെച്ച്, ഇനി ഇതിപ്പം ലീവ്സിന് വേണ്ടിയിട്ടാണ്. ഇതും ഒരു പേപ്പർ ട്രേ ആണ്. അതും എനിക്ക് ഇതുപോലെ സ്റ്റോറിൽ നിന്നും കിട്ടിയതാണ്. കടയിൽ നിന്നും ചോദിച്ച് വാങ്ങിച്ച ഒരു പേപ്പർ ട്രേ ആണിത്. അത് ഞാൻ ലീവ്സ് റോസ് ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ലീവ്സ് കട്ടിങ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഓവൽ ഷേപ്പല്ല, ലീവ്സിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു സൈഡ് കറക്റ്റ് ചെയ്തതിന് ശേഷം വെറുതെ ഇതി കാണിക്കുന്ന കണക്ക് രണ്ട് സൈഡിലും രണ്ട് കട്ടിങ് കൊടുത്തതിന് ശേഷം കുറച്ച് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് കട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിഞ്ഞ് മാറ്റുമ്പോഴത്തേക്ക് ആ ഒരു സൈഡിൽ നല്ല ഒരു മൊനമ്പ് പോലെ അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വെറുതെ ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ഒന്നും കൂടി കട്ട് ചെയ്യുമ്പോൾ കണ്ട ആ ഒരു മൊനമ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് റോസ് ഫ്ലവറിനാണ് ചെയ്യുന്നത്. വേറെ ഫ്ലവേഴ്സിനും പലതരത്തിലുള്ള ലീവ്സ് നമുക്കിതുപോലെ ഈസി ആയിട്ട് തന്നെ കട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് എത്ര ലീവ്സ് വേണമെങ്കിലും വയ്ക്കാം. ഞാനിവിടെ ഒരു 3 ലീവ്സാണ് കട്ട് ചെയ്തെടുത്തത്. നമുക്കിപ്പോൾ എത്ര ലീവ്സ് വേണമെങ്കിലും ഇതിൽ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം പേപ്പർ ട്രേ ആണ്. ഏത് സൈസ് പേപ്പർ ട്രേ ആയാലും മതി. എഗ് ട്രേയോ. ഇനി ഞാൻ ഫ്ലവറാണ് ഇത്. ഓൾറെഡി ഞാൻ ഈ എഗ് ട്രേയിൽ നിന്ന് ചെയ്ത ഫ്ലവേഴ്സാണ്. അപ്പം ഈ ഒരു ഷേപ്പ് നമുക്ക് കട്ട് ചെയ്ത് സിമ്പിളായിട്ട് ആ എഗ് ട്രേയിൽ തന്നെ റൗണ്ട് ഷേപ്പുണ്ട്. അതിലൊരു ഫ്ലവർ ഷേപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് ആദ്യമേ ഉള്ള ഫ്ലവറിനെ നമ്മൾ ചുരുട്ടി, അതായത് ഇതുപോലെ ഓരോ പെറ്റൽസ് അകത്തോട്ട് വെച്ച് ഇത് ചുരുട്ടി എടുത്തതിന് ശേഷം ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ ഇത് റോസ് ഫ്ലവർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം നമ്മൾ റോസ് ഫ്ലവറിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു 2-3 സെറ്റായിട്ടാണ് ഞാൻ ഈ ഫ്ലവറിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് നല്ല രീതിയിൽ ചുരുട്ടി മടക്കി, അതായത് ഒരു പെറ്റൽ ഇത് കാണിക്കുന്നത് പോലെ ഒരു പെറ്റൽ ഒരെണ്ണത്തിൻ്റെ അകത്തോട്ട് വെച്ച് എന്നിട്ട് ഫെവി ബോണ്ട് അങ്ങ് ഒട്ടിച്ച് ചേർക്കുകയും ചെയ്തത്. അതിനുശേഷം ഇതുപോലെ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഒന്നിൻ്റെ അകത്തോട്ട് വെച്ച് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് അതിനുശേഷം ആ ഓരോ പെറ്റൽസിൻ്റെ ഓരോ ഇതളിൻ്റെയും ബാക്കിലോട്ടൊന്ന് ടേൺ ചെയ്ത് വയ്ക്കും, ഒന്ന് മടക്കി വയ്ക്കും. ഇനി ഞാനത് വീണ്ടും വേറെ ഇതുപോലെ ഒരു 3-4 ഫ്ലവേഴ്സുകൾ റെഡിയാക്കുന്നതാണ്. നമ്മളിപ്പോൾ ആദ്യമേ വൈറ്റ് കളർ ഇട്ടതിന് ശേഷം വേറെ ഏത് കളർ കൊടുത്താലും മതി. ഇതുപോലെ. ഇനി അതിലെന്ന് വെച്ചാൽ കമ്പി, ആദ്യത്തെ പെറ്റലിൽ നമ്മൾ കമ്പി അകത്തുനിന്ന് ഒരു സൂചി വെച്ചിട്ട് കമ്പി അകത്തുനിന്ന് കൊരുത്ത് വെക്കുകയാണ് ചെയ്തത്. കൊരുത്ത് വെച്ചതിന് ശേഷം ഫെവി ബോണ്ട് വെച്ചത് ഒട്ടിക്കണം. എന്നാൽ മാത്രമേ ഇത് കുറച്ച് വെയിറ്റ് ഉള്ളതായതുകൊണ്ട് ആ കമ്പിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ചരിഞ്ഞ് പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കമ്പി കൊരുത്തതിന് ശേഷം ഞാൻ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം ബാക്കിലോട്ട് ടേൺ ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു വേസ്റ്റുകൾ ഒന്നും കളയാതെ തന്നെ നമുക്കത് വേസ്റ്റാക്കി കളയാതെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ വെച്ച് ബാക്കിലോട്ട് നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും. ഇതുപോലെ ബാക്കിലോട്ട് ഇതുപോലെ 3-4 ഫ്ലവേഴ്സ്. ഇനി അത് നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇവിടെ ഞാനിപ്പോൾ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാം. പിങ്ക് കളർ കൊടുക്കാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് 2 ടോൺ അനുസരിച്ചുള്ള കളർ കൊടുക്കാം. ഡാർക്ക് ആൻഡ് ലൈറ്റ് ടോൺ അനുസരിച്ച് കൊടുക്കാം. വൈറ്റ് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം എഗ് ട്രേകൾ നമുക്ക് വേണമെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഇത് വെച്ച് തന്നെ ബൊക്കെ റെഡിയാക്കിയത് കൊണ്ട് ഇത് കളർ എടുത്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് മാറുകയാണ്. അതിൻ്റെ ആ ഒരു ട്രേഡേതായിട്ടുള്ള തോന്നലില്ലാത്ത വിധം കംപ്ലീറ്റ് ഫുള്ളി മാറ്റിയെടുക്കാം പറ്റും. നമുക്കത് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഏത് ഫ്ലവേഴ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നമുക്കത് വെച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ച് സാധാരണ ഫ്ലവറിന് ചെയ്യുന്ന കണക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് പിടിച്ച് മുറുക്കിയതിന് ശേഷം വേണം ചുറ്റി താഴോട്ട് കൊണ്ടുവരാൻ.
കമ്പി മാത്രം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ഗോൾഡൻ വയറിൽ ആദ്യമേ തന്നെ ഇത് ചുറ്റിയതിന് ശേഷം വേണം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമുക്ക് ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. നേർത്ത കമ്പി ആയതുകൊണ്ട് അതിനെ രണ്ടായിട്ട് മടക്കിയാണ് വെച്ചിരിക്കുന്നത്, കുറച്ച് ടൈറ്റായിട്ട് തോന്നാനായിട്ട്. ഇപ്പം ഗോൾഡൻ വയർ വാങ്ങിക്കുമ്പോഴത്തേക്ക് വളരെ സ്മൂത്തായിട്ടുള്ളതാണ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് മടക്കി വയ്ക്കാം. ഇനി നമ്മൾ ആ ലീഫ് കട്ട് ചെയ്ത് വെച്ചതിൽ ഗ്രീൻ കളറ് അക്ലി കളറ് നമ്മൾ ചെയ്യാണ്. ഇനി ആ ഒരു റോസ് ഫ്ലവറിൻ്റെ അടിഭാഗത്ത് വെക്കാനായിട്ട് ഗ്രീൻ ടേപ്പ് കട്ട് ചെയ്തെടുത്ത് സിമ്പിളായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്ത് ആ ഫ്ലവറിൻ്റെ തൊട്ടടിയിലോട്ട് നമ്മളത് ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിൽ ചേർത്ത് വെച്ച് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഒറിജിനാലിറ്റിയോടുകൂടി തന്നെ നമുക്ക് നല്ല ഫ്ലവർ